ലാപ്രോസ്കോപ്പിക് അംബിലിക്കൽ ഹെർണിയ ചെയ്യുമ്പോൾ മെഷിൻ്റെ വില കൂടുതലാകുന്നത് എന്തുകൊണ്ടാണ്? ഇൻഗ്വനൽ ഹെർണിയ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വയ്ക്കുന്ന മെഷിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വയറിനകത്തുള്ള പെരിട്ടോണിയം എന്നുള്ള ആ ഒരു പാട മാറ്റി അതിനുള്ളിൽ വെച്ച് പെരിട്ടോണിയം റീസ്റ്റിച്ച് ചെയ്ത് നമ്മൾ ബവലുമായിട്ട് ഇൻറ്റസ്റ്റൈനുമായിട്ടൊന്നും കോണ്ടാക്റ്റ് വരാത്ത രീതിയിലാണ് മെഷ് വയ്ക്കുന്നത്. പക്ഷെ നമ്മൾ അംബിലിക്കൽ ഹെർണിയ ചെയ്യുമ്പോൾ നമ്മൾ അംബിലിക്കൽ ഹെർണിയയുടെ ആ ഡിഫക്റ്റ് ക്ലോസ് ചെയ്തിട്ട് വെക്കുന്ന മെഷ് ഡയറക്റ്റ് ഇൻറ്റസ്റ്റൈനുമായിട്ട് കോണ്ടാക്റ്റ് വരും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ പ്രോലീൻ എന്ന് പറയുന്ന മെറ്റീരിയൽ, പ്രോലീൻ എന്ന് പറയുന്ന ഒരു നോൺ അബ്സോർബിൾ മെറ്റീരിയലാണ്. അത് ഫൈബ്രോസ് ഉണ്ടാക്കും, കട്ടിപിടിപ്പും ഒട്ടുന്നതും ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അംബിലിക്കൽ ഹെർണിയയ്ക്ക് വേണ്ടി 3 ലെയറുള്ള ഒരു മെഷാണ്. അതായത് നമ്മൾ കുടലുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ആ ഭാഗത്ത് നമ്മൾ വയ്ക്കുന്ന ആ ഒരു ലെയർ നമ്മൾ ഈ കുടൽ ഒട്ടിപ്പിടിപ്പ് വരാതെ നോക്കും. അതിൻ്റെ ഉള്ളിലുള്ള പ്രോലീൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗം നമ്മൾ മസിലിലോട്ട് ചേർന്ന് മസിലിനെ സ്ട്രെങ്ത് ആക്കും. അപ്പോൾ ഈ 3 ലെയറുള്ള മെഷിന് കോസ്റ്റ് കൂടുതലാണ്. അതിൻ്റെ ഓരോ കോട്ടിങ്ങിനനുസരിച്ചിട്ട് വില വ്യത്യാസം വരും. ഏത് കോട്ടിങ്ങാണ് നമ്മൾ ഈ ഇൻറ്റസ്റ്റൈനിനെ അഡ്ഹഷൻ ഒട്ടിപ്പിടിപ്പ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ കോട്ടിങ്ങിൻ്റെ രീതി അനുസരിച്ചിട്ട് അത് സിലിക്കോൺ ഉണ്ട്, അതിൻ്റെ പോളിയൂറത്തേൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമാണ് ഈ വില വ്യത്യാസം വരുന്നത്. ഓപ്പൺ ഹെർണിയയിലാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ഹെർണിയയിൽ നമുക്ക് ഇൻഗ്വനൽ ഹെർണിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ നമുക്ക് സാധാ പ്രോലീൻ മെഷ് തന്നെ മതിയാവും.